മിനർവ അക്കാദമിയിൽ 3-ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു. മെഡിക്കൽ ലാബ് ടെക്നോളജി, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, കാർഡിയാക് കെയർ ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി, ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ (CSSD), റേഡിയോളജി ടെക്നോളജി, ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് MBA കോഴ്സുകളും ആരംഭിക്കുന്നു. മിനർവ അക്കാദമി. കോൺടാക്ട് നമ്പർ 9995373833 അല്ലെങ്കിൽ 9895841933. മിനർവ അക്കാദമി, സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്ന അന്വേഷണമാണ് നടക്കുന്നതെന്നും സൂത്രധാരന്മാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ അന്വേഷണ സംഘത്തിന് താല്പര്യമില്ലെന്നും BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. ശബരിമല സ്വർണ്ണക്കൊള്ള കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് BJP കോഴിക്കോട് സംഘടിപ്പിക്കുന്ന ഒപ്പ് ശേഖരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു K. സുരേന്ദ്രൻ. സ്വർണ്ണക്കൊള്ള കേസിൽ കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്ത ശേഷം വേണം തന്ത്രിമാരുടെ മൊഴിയെടുക്കാൻ. പത്മകുമാർ പിണറായി വിജയന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണെന്നും അതുകൊണ്ടാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കാത്തതെന്നും K. സുരേന്ദ്രൻ പറഞ്ഞു. കടകംപള്ളി സുരേന്ദ്രന്റെ നേതൃത്വത്തിലാണ് സ്വർണ്ണക്കൊള്ള ആസൂത്രണം ചെയ്തിരിക്കുന്നത്. N. വാസുവും A. പത്മകുമാറും പിണറായി വിജയന്റെ അടുത്ത അനുയായികളാണ്. മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണ് കൊള്ള നടന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ശരിയായ അന്വേഷണം നടന്നാൽ സ്വർണ്ണക്കൊള്ള ഏറ്റവും അവസാനം എത്തുക ക്ലിഫ് ഹൗസിലേക്കാണെന്നും അദ്ദേഹം പറഞ്ഞു. ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനം പൂർണ്ണമായും ഓഡിറ്റിന് വിധേയമാക്കിയാൽ LDFനെ പോലെ UDFന് കൈകൊള്ളുമെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമലയിൽ നടന്നത് സംഘടിതമായ കുറ്റകൃത്യമാണെന്നും ക്ഷേത്രങ്ങൾ തകർക്കാനും അവിടുത്തെ സമ്പത്ത് കൊള്ളയടിക്കാനും പാർട്ടി തലത്തിലെടുത്ത തീരുമാനമാണെന്നും അദ്ദേഹം പറഞ്ഞു. SIT അന്വേഷണം പ്രഖ്യാപിച്ച സമയം കടകംപള്ളി സുരേന്ദ്രനും മുഖ്യമന്ത്രി പിണറായി വിജയനും ചർച്ച നടത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. ശരിയായ അന്വേഷണം നടത്തിയാൽ UDF മന്ത്രിമാരും അക്കാലത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും അകത്താകും. ഇതറിയാവുന്നത് കൊണ്ടാണ് കോൺഗ്രസ് വിഷയത്തിൽ കാര്യമായി ഇടപെടാത്തതെന്നും അദ്ദേഹം വ്യക്തമാക്കി. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Facebook ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.